ചന്ദ്രകുഞ്ച് ഫ്ളാറ്റ് പൊളിക്കാൻ ഹൈക്കോടതി വിധി വന്നതോടെ തുടർ നടപടികളിൽ വ്യക്തത ആവശ്യപ്പെട്ട് ഫ്ളാറ്റ് അസോസിയേഷൻ ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷനും കോൺട്രാക്ടർമാർക്കുമെതിരായി ക്രിമിനൽ കേസ് കൊടുക്കും. ഫ്ളാറ്റ് പൊളിക്കാനുള്ള കമ്മിറ്റിയിൽ ആധികാരികത വേണമെന്നും ഫ്ളാറ്റ് ഉടമകൾ പറയുന്നു. ഇന്ത്യൻ ആർമി തലയെടുപ്പോടെ നിൽക്കുന്ന ആ പേര് ഓരോ ഇന്ത്യക്കാരനും നെഞ്ചേറ്റുന്നതാണ്. തങ്ങളുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ചെലവഴിച്ച റിട്ടയേർഡ് സൈനിക ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ആർമി വെൽഫെയർ ഹൌസിംഗ് ഓർഗനൈസേഷൻ പണി കഴിപ്പിച്ചതാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ 2 ഫ്ളാറ്റ് സമുച്ചയങ്ങൾ. ഇതിപ്പോൾ പൊളിക്കണമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് കേരള ഹൈക്കോടതി. ഫ്ളാറ്റ് പൊളിക്കണം എന്ന ഹൈക്കോടതിയുടെ അതിവേഗ ഉത്തരവ് വന്നത് ഒരേ സമയം ആശ്വാസവും ആശങ്കയുമാണ്. 2013 ആർമിയിൽ നിന്ന് റിട്ടയർഡ് ആയവർക്കും ആർമിയിൽ ജോലി ചെയ്യുന്നവർക്കും വേണ്ടി എറണാകുളം വൈറ്റിലയിൽ ആർമി വെൽഫെയർ ഹൌസിംഗ് ഓർഗനൈസേഷൻ ഫ്ളാറ്റ് സമുച്ചയങ്ങളുടെ പണി തുടങ്ങിയത്. നിർമ്മാണത്തിലെ അപാകത ഒന്നുകൊണ്ട് മാത്രം തുടക്കം മുതൽ ഫ്ളാറ്റുകളുടെ ചുമരുകൾ പൊളിഞ്ഞിളകാനും ബേസ്മെന്റിൽ ബലക്ഷയമുണ്ടാവാനും തുടങ്ങി. ജീവഭയം ഉള്ളതുകൊണ്ട് പലരും വീടുകൾ മാറിപ്പോകുന്ന സ്ഥിതിയാണ്. പുറത്ത് ഇറങ്ങാൻ തന്നെ ഞങ്ങൾക്കൊക്കെ പേടിയായി തുടങ്ങിയിട്ടുണ്ട്. എപ്പോ വേണമെങ്കിലും മുകളിൽ നിന്ന് കോൺക്രീറ്റ് പീസസ് താഴ്ത്തോട്ട് വീഴാം. അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് ചില നേരത്തെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ട് അവോയ്ഡ് ചെയ്യാൻ തന്നെ നോക്കും. IIT ചെന്നൈ അടക്കം 11 വിദഗ്ധ സ്ഥാപനങ്ങളുടെ പഠനം വന്നു. പുനർനിർമ്മിക്കുവാൻ സാധിക്കാത്ത വിധം അപകട ഭീഷണിയിലാണ് 2 ഫ്ളാറ്റ് ടവറുകൾ എന്ന് റിപ്പോർട്ടുണ്ടായി. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് കോടതിയുടെ ഉത്തരവ്. ആർമി വെൽഫെയർ ഹൌസിംഗ് ഓർഗനൈസേഷന് എതിരെ നേരത്തെയും ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളതാണ്. കടുത്ത അഴിമതിയാണ് ഈ നിർമ്മാണത്തിലും ഉണ്ടായിട്ടുള്ളത് എന്നാണ് ആരോപണം. ഫ്ളാറ്റ് സമുച്ചയങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം നിലമാണെന്നും സ്ഥലം മാറ്റാതെ എങ്ങനെ ഫ്ളാറ്റുകൾ കെട്ടിപ്പൊക്കാൻ ആയി എന്നുമാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം. ഫ്ളാറ്റ് പൊളിച്ചു മാറ്റണമെന്ന് ഹൈക്കോടതി ഉത്തരവ് വരുമ്പോൾ ആ ഉത്തരവിലും വ്യക്തതക്കുറവുണ്ട് എന്നാണ് ഫ്ളാറ്റ് നിവാസികൾക്ക് പറയാനുള്ളത്. ഇത് ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഈ നാശത്തിലേക്ക് ഈ പ്രോജക്റ്റിനെ കൊണ്ടുപോയത്. ഒരു 29 നിലയും ഹെലിപ്പാഡുള്ള 2 ടവറുകൾ ഇടിച്ചു കളയുക, അതൊരു മേജർ ഡിസാസ്റ്ററാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് നമ്മളുടെ പൈസ മുടക്കി ചെയ്ത ഒരു കെട്ടിടം ഇടിഞ്ഞു പോകുന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമല്ല. ആർമി വെൽഫെയർ ഹൌസിംഗ് ഓർഗനൈസേഷന്റെയും ഫ്ളാറ്റിന്റെ കോൺട്രാക്ടർമാരായിരുന്ന ശില്പ, അജിത് എന്നീ കമ്പനികൾക്കും എതിരായി ക്രിമിനൽ കേസ് കൊടുക്കാനാണ് ഫ്ളാറ്റ് അസോസിയേഷന്റെ തീരുമാനം. ആശങ്കകൾ ഏറെയാണ്. എങ്ങോട്ടു പോകും? മുടക്കിയ പണത്തിന് ആരുത്തരവാദിത്വം പറയും? പൊളിച്ചു മാറ്റണമെന്ന് കോടതി പറയുന്നത് ഈ ഫ്ളാറ്റുകൾ മാത്രമല്ല, ഇവിടുത്തുകാരുടെ ജീവിതങ്ങൾ കൂടിയാണ്. പക്ഷേ ജീവിതത്തെക്കാൾ വലുതാണല്ലോ ജീവൻ. ക്യാമറമാൻ സന്തോഷ് ചെക്കവർക്കൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.